നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളാണുള്ളത്. ഇതിൽ പരസ്പരം യോജിക്കാത്ത നക്ഷത്രങ്ങളുമുണ്ട്. അതിനാലാണ് നമ്മൾ വിവാഹപ്പൊരുത്തമൊക്കെ നോക്കുമ്പോൾ അത് കൃത്യതയോടുകൂടി നോക്കി യോജിക്കുന്ന നക്ഷത്രങ്ങളാണോ അല്ലയോ എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ വിവാഹത്തിനെ യോജിപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ചിലർ ചേർന്നാൽ നിത്യവും കലഹവും ഉറപ്പാണ്. അതായത് ചില നക്ഷത്രങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ദാമ്പത്യ ജീവിതം കലഹം നിറഞ്ഞതായി ഭവിക്കുന്നതാണ്. മനസ്സമാധാനക്കേട്, സമാധാനമില്ലാത്ത അവസ്ഥ. അതുകൂടാതെ ചേരാൻ പാടില്ലാത്ത ആളുകളാണ് വിവാഹത്തിലൂടെ ഒന്നിക്കുന്നതെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടും ഒരു ഉന്നമനം ഉണ്ടാവുകയില്ല. ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ ജീവിക്കേണ്ടതായും വന്നേക്കും. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം ചേരാൻ പാടില്ലാത്ത ചില നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ഒരു വിവാഹ ആലോചന വന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമോ എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ അത് നോക്കി മനസ്സിലാക്കാനും വിലയിരുത്താനും ഒക്കെ സാധിക്കും. ജ്യോതിഷിയുടെ സമീപത്ത് പോയി നോക്കി മനസ്സിലാക്കണം എന്നത് കൂടാതെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിവാഹ കാര്യത്തിൽ മാത്രമല്ല, ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ, അതായത് ഒരുമിച്ച് അച്ഛൻ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും ഒരു കലഹത്തിന്, അതായത് മുഖത്തോട് മുഖം നോക്കിയാൽ അല്പം പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി ഭവിക്കുമെന്നെങ്കിലും കൂടുതൽ ഇത് വിവാഹ പൊരുത്തമായി നോക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇങ്ങനെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചേർക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതിയും തൃക്കേട്ടയുമാണ്. അശ്വതിയും തൃക്കേട്ടയും നക്ഷത്രങ്ങൾ ഒരിക്കലും വിവാഹത്തിന് ചേർക്കാൻ പാടില്ല. ഇവ ചേർന്നാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ കലഹം ഒഴിഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എപ്പോഴും നോക്കിയാൽ, മുഖത്തോട് മുഖം നോക്കിയാൽ പോലും കലഹമായിട്ട് വർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് കുടുംബ ബന്ധങ്ങൾ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനും മനസ്സമാധാനക്കേടുണ്ടാക്കുന്നതിനും, സമാധാനം നഷ്ടപ്പെട്ട് പിന്നീട് ആ ദാമ്പത്യ ജീവിതം ആകെ ഒരു കലഹപൂർണമായി ബന്ധം പിരിയുന്നതിൻ്റെ അവസ്ഥകളിലേക്കൊക്കെ എത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അശ്വതിയും തൃക്കേട്ടയും നക്ഷത്രക്കാരാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനായി അല്ലെങ്കിൽ വിവാഹ ആലോചന വരുമ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനായി. അടുത്ത രണ്ട് നക്ഷത്രങ്ങൾ ഭരണിയും അനിഴവുമാണ്. ഈ രണ്ട് നക്ഷത്രങ്ങളും വിവാഹത്തിന് ചേർക്കാൻ പാടില്ല. ഇവർ തമ്മിൽ ഒന്നിച്ചാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭവിക്കാനും, വഴക്കുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബാധ്യതകൾ, കടങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥ, ആകെ നട്ടം തിരിയുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരാം. അതുകൊണ്ട് ഭരണി, അനിഴം ഈ രണ്ട് നക്ഷത്രങ്ങളും വിവാഹത്തിന് ചേർക്കുവാനായി പാടുള്ളതല്ല. അടുത്തത് കാർത്തികയും വിശാഖവുമാണ്. ഈ നക്ഷത്രങ്ങളും പരസ്പരം ചേർത്താൽ കലഹം തന്നെയാണ്. കാർത്തിക, അതേപോലെ തന്നെ വിശാഖം. അടുത്ത നക്ഷത്രങ്ങൾ രോഹിണിയും ചോതിയുമാണ്. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാലും വലിയ രീതിയിലുള്ള ഉണ്ടാകുവാനും ജീവിതം ആകെ ഒരു ദുഃഖമയമായി മാറുന്നതിനും കാരണമാകും. അടുത്ത നക്ഷത്രങ്ങൾ തിരുവോണവും തിരുവാതിരയുമാണ്. ഈ നക്ഷത്രങ്ങളും വിവാഹത്തിന് പരസ്പരം ചേർക്കാൻ പാടുള്ളതല്ല. അടുത്തത് പുണർദം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ. ഇത് പ്രണയിച്ചാൽ പോലും നിരന്തരം കലഹത്തിലേക്കായിരിക്കും. ആദ്യമുള്ള സമയങ്ങളിൽ അല്പം സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു വിവാഹബന്ധത്തിൽ വിവാഹമായതിനു ശേഷം പിന്നീട് ദിനം പ്രതി കലഹത്തിലേക്കായിരിക്കും പോകുന്നത്. അടുത്തത് ആയില്യം, മൂലം. ഈ നക്ഷത്രക്കാരും ഒന്നിച്ചാൽ പ്രശ്നങ്ങൾ, അത് കൂടാതെ അസുഖങ്ങളിലേക്കൊക്കെ, അതായത് പല പല ബുദ്ധിമുട്ടുകൾ, ദിവസവും ആശുപത്രിവാസം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അത് മുഖേന ആശുപത്രിവാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രങ്ങൾ പൂയം, പൂരാടം. ഈ നക്ഷത്രങ്ങളും പരസ്പരം ചേർന്ന് കഴിഞ്ഞാൽ കലഹത്തിന് സാധ്യതയുള്ളവയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ, സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ചേർക്കുകയാണെങ്കിൽ അത് ആ ജീവിതം തന്നെ ആകെ ദുഃഖപൂർണമായും അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിവാഹം നോക്കി നടത്തുമ്പോൾ, അതായത് പ്രണയിച്ച് വിവാഹം എടുത്ത് ചാടി നടത്തുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെയധികം സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ മുഖത്തോട് മുഖം നോക്കിയ കലഹമൊക്കെയായി പെട്ടെന്നായിരിക്കും അത് ഡിവോഴ്സിൻ്റെയൊക്കെ വക്കിലേക്ക് എത്താൻ സാധ്യത. അപ്പോൾ അതിനൊക്കെ ഈ ബേസായിട്ട് പറയാനുള്ളത് ഈ ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങളാണെന്നാണ്. അവർ എത്രത്തോളം സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരിലേക്ക് ആ സ്നേഹം എത്തപ്പെടാത്ത അവസ്ഥ. അപ്പോൾ ആ ഒരു സ്നേഹം എത്താത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ അത്
ദുഃഖപൂർണമായി മാറുകയും അല്ലെങ്കിൽ ആ ജീവിതം ഒരു ഐശ്വര്യപൂരിതമായി മാറാത്ത അവസ്ഥയിലേക്ക് എത്തി അത് നശിച്ച അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വഴിക്കാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് വിവാഹത്തിന്റെ കാര്യം മാത്രമല്ല, വീട്ടിൽ ഈ രണ്ട് നക്ഷത്രക്കാരായ സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിൽ പോലും എപ്പോഴും ഒരു കശപിശ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ രണ്ട് നക്ഷത്രങ്ങൾ പൊതുവിൽ ഇവർ ചേരാൻ പാടില്ലാത്തവയാണ്. അപ്പോൾ ഈ ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒന്നിപ്പിക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ എപ്പോഴും അതിന് അങ്ങനെ ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷനുകൾ നൽകുന്നവയാണ് എന്ന ഒരു നിലനിൽപ്പ് തന്നെയാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് ഇവ ഒന്നിച്ചു കഴിഞ്ഞാൽ ഉള്ള നിലനിൽപ്പ് കൂടി നശിച്ചു പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും, ജീവിതം കണ്ണീരിലായി പോകും എന്ന് പറയുന്നത്.